ഇതെന്താ സത്യ? നീ ഇവരെയും കൊണ്ട് എവിടുന്ന് വരിക? ചിമോനെ ലക്ഷ്മോളെ നഴ്സറിന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ ഇന്ദ്രൻ എന്നെ വിളിച്ചു പറഞ്ഞു. ആ മക്കളെ, നിങ്ങൾ അകത്ത് പോയി ചോക്ലേറ്റ് കഴിക്കേ. കൊച്ചച്ഛൻ ഇപ്പൊ വരാമേ. അല്ല, വിച്ചുമോനെ നീ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് മനസ്സിലായി. ആ അമ്പിളിയുടെ കൊച്ചിനെ നീ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? ആ രഘുവിനും അമ്പിളിക്ക് അത് ഇഷ്ടമായില്ലെങ്കിലോ? അമ്മയെ അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കുന്ന എന്തിനാ? നമ്മൾ അവർക്ക് അന്യരൊന്നും അല്ലല്ലോ. കുറച്ചു കഴിയുമ്പോ ഇന്ദ്രേട്ടൻ വന്ന് രണ്ടുപേരെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ. അല്ല, ഇപ്പൊ അവനും അവളും കൂടി എവിടെ പോയി? അല്ല, അവരാരും സ്ഥലത്തില്ലാത്തോണ്ടല്ലേ ഇന്ദ്രൻ കുട്ടികളെ വിളിച്ചോണ്ട് വരാനായി നിന്നെ ഏൽപ്പിച്ചത്? അതെ, അവരെല്ലാവരും കൂടി അനന്തമാഷിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കാം. അയ്യോ, അനന്തമാഷിന് എന്തു പറ്റി? അല്ല, വീണ്ടും ഹാർട്ട് അറ്റാക്ക് വന്നോ? കൂടുതലൊന്നും എനിക്കറിയില്ലമ്മേ. ഇനി ഇന്ദ്രേട്ടൻ വിളിക്കുമ്പോ ചോദിക്കാം. അല്ല, ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ മാഷിന്റെ കഥ ഇതോടെ തീരും. ഒരു അറ്റാക്ക് വന്നപ്പോ ഡോക്ടർ പറഞ്ഞതാ ഇനി ഒന്നുകൂടി വന്നാ അങ്ങേര് താങ്ങില്ലെന്ന്. അല്ല, അമ്മയുടെ ഏത് ഡോക്ടർ അങ്ങനെ പറഞ്ഞത്? എന്റെ അമ്മേ, അമ്മയുടെ സംസാരം കേട്ടാ മാഷിന് അറ്റാക്ക് വരാൻ കൊതിക്കുന്ന പോലെ തോന്നുമല്ലോ. അയ്യോ, എനിക്ക് അങ്ങനെ ആര് ചത്തുപോണെന്ന് ഒരാഗ്രഹവും ഇല്ല. സത്യത്തില് അനന്തമാഷ് എന്നോട് ചെയ്തൊക്കെ വെച്ച് നോക്കുമ്പോ ഞാനിന്ന് പ്രാർത്ഥിക്കേണ്ടതാണ്. പക്ഷേ സുശീലയെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കൊക്കെ ദൈവം കണ്ടറിഞ്ഞങ്ങ് കൊടുക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒന്നും വേണ്ട. ശരി അമ്മ, കുട്ടികൾക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക്. നഴ്സറി വിട്ട് വന്നതല്ലേ. അതൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം. അപ്പോഴേക്കും നീ ഇന്ദ്രനെ വിളിച്ച് മാഷിന്റെ കാര്യം ഒന്ന് അറിഞ്ഞു വയ്ക്കേ. പെട്ടെന്നാവട്ടെ. മാഷിന് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. എൻ്റെ ജീവൻ രക്ഷിച്ച മനുഷ്യനാ. അതുപോലൊരു നല്ല മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അനന്തമാഷ് എല്ലാവർക്കും പ്രിയപ്പെട്ട വ്യക്തി തന്നെയാ. ഒന്നും സംഭവിക്കില്ലെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അനന്തൻ മാഷിന് ആപത്തും വരുത്തരുതേ. ആർക്കും വേണ്ടാത്ത എൻ്റെ ജീവൻ പകരമെടുത്ത് ആ മനുഷ്യന് ദീർഘായുസ് കൊടുക്കണേ. വെള്ളം വേണേ കൊടുക്ക. ഞാൻ ഇന്ദ്രേട്ടനോട് വെള്ളം വേണമെന്ന് പറയാനിരിക്കായിരുന്നു. ഞാനിത് കൊണ്ടു കൊടുത്തിട്ട് വരാം. ചേച്ചി, ചേച്ചി, ദാ ഈ വെള്ളം കുടിക്കും. അത് ഡോക്ടർ അനന്തൻ മാഷ് ECG വേരിയേഷൻ ഇപ്പോഴും കാണിക്കുന്നുണ്ട്. മെഡിസിൻസ് എല്ലാം ബോഡി ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏക പ്രതീക്ഷ. ഇപ്പൊ മയക്കത്തില. നമുക്ക് നോക്കാം. അല്ല, ഇവിടെ ഓക്കെ ആണല്ലോ അല്ലേ ഡോക്ടർ? കുറച്ചുകൂടി ഫെസിലിറ്റിയുള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ട കാര്യമുണ്ടോ? അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഈ കണ്ടീഷനിൽ കൊണ്ടുപോകുന്നതിൽ കുറച്ച് റിസ്ക് ഉണ്ട്. എങ്കിൽ വേണ്ട, എല്ലാം ഞങ്ങൾ ഡോക്ടർക്ക് വിട്ടുതന്നിരിക്കാം. നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യാം. ഞങ്ങളതെല്ലാം ചെയ്യുന്നുമുണ്ട്. ധൈര്യമായിട്ടിരിക്കുക. അത് മതി. ഡോക്ടറെ, അച്ഛനൊന്ന് കാണാൻ പറ്റുമോ? ഇപ്പം അകത്തേക്ക് വിടാൻ പറ്റില്ല. ജസ്റ്റ് ഗ്ലാസ് വിൻഡോയിലൂടെ വേണമെങ്കിൽ കണ്ടോളൂ. അതായാലും മതി ഡോക്ടർ. സിസ്റ്ററെ, ഇവരൊന്നും കൊണ്ടുപോയി കാണിക്കും. വന്നോളൂ. ഓക്കെ ഓക്കെ, ചെല്ലേ.